ഹായ് ഓൾ. നിങ്ങളുടെ കുട്ടിക്ക് മലയാളവും ഇംഗ്ലീഷും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ കുട്ടികളെ ഇംഗ്ലീഷും മലയാളവും വായിക്കാൻ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കുട്ടിക്ക് മലയാളമോ ഇംഗ്ലീഷോ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ മലയാളത്തിലെ ആ, ഈ, ഈ എന്നീ ചിഹ്നങ്ങൾ വെച്ച് വാക്കുകൾ എങ്ങനെ വായിക്കാം എന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് ആ. ആ എങ്ങനെയാണ് എഴുതുന്നത്? ഇതാണ് ആ. ആയുടെ ചിഹ്നം ഏതാണ്? എങ്ങനെയാണ് ആയുടെ ചിഹ്നം ഇടുന്നത്? ഇങ്ങനെയാണ് ആയുടെ ചിഹ്നം ഇടുന്നത്. എങ്കിൽ കുറച്ച് അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ത, വ, പ, ന, ക, മ. ഇതിലെങ്ങനെ ആയുടെ ചിഹ്നം ഇട്ടാൽ വായിക്കാം? തായിൽ ആയുടെ ചിഹ്നം വന്നാൽ താ, വായിൽ ആയുടെ ചിഹ്നം വന്നാൽ വാ, പ, പാ, ന, ക, മാ എന്ന് വായിക്കാം. ഓക്കെ. എങ്കിൽ എവിടെയാണ് നമ്മളിവിടെ ആയുടെ ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നത്? എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? താ, വാ, പ, ന, ക, മ ആണല്ലോ. എങ്കിൽ നമുക്കത് വരുന്ന വാക്കുകൾ നോക്കിയാലോ. താമര, നാരങ്ങ, വാതിൽ, പാൽ, കാല്, മാങ്ങ. ഓക്കെ. എങ്കിൽ ഇതിൽ എവിടെയാണ് നമ്മൾ ആ ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നത്? താ, നാ, വാ, പാ, കാ, മാ അങ്ങനെയല്ലേ? ഓക്കെ. നിങ്ങളിത് ഒരുപാട് തവണ വായിക്കണം. അടുത്ത അക്ഷരം നോക്കാം. ഈ അക്ഷരം ഏതാണ്? ഈയുടെ ചിഹ്നം ഏതാണ്? ഇതാണ് ഈയുടെ ചിഹ്നം അല്ലേ? ഓക്കെ. നമുക്ക് കുറച്ച് അക്ഷരങ്ങളിൽ ഈയുടെ ചിഹ്നം ഇട്ടാലോ. നോക്കിയേ. തി, വി, പി, നി, കി, മി. ഓക്കെ. ഈയുടെ ചിഹ്നം വന്നത് കണ്ടോ? ഇനി ഇത് വരുന്ന വാക്കുകൾ നോക്കിയാലോ. നമുക്ക് നോക്കാം. തിന, വില, പിണക്കം, നിന്നു, കിടാവ്, മിന്നൽ. അപ്പോൾ തായുടെ കൂടെ ഈയുടെ ചിഹ്നം വന്നപ്പോൾ തി, വായുടെ കൂടെ ഈയുടെ ചിഹ്നം വന്നപ്പോൾ വി. അങ്ങനെ ഓരോന്നും വായിക്കാം. ഓക്കെ. പിണക്കം, നിന്നു, കിടാവ്, മിന്നൽ എല്ലാം വായിക്കാമല്ലോ. അടുത്ത അക്ഷരം നോക്കിയാലോ. അടുത്ത അക്ഷരം ഈ. നിങ്ങൾക്കറിയാമല്ലോ സ്വരാക്ഷരങ്ങളിൽ ഈ. എങ്ങനെയാണ് അതിൻ്റെ ചിഹ്നം ഇടുന്നത്? ഇങ്ങനെയാണല്ലേ? എങ്കിൽ നമുക്ക് കുറച്ച് അക്ഷരങ്ങളിൽ ഈയുടെ ചിഹ്നം ഇട്ടാലോ. തി, വി, പി, നീ, കി, മി. അവിടെയൊക്കെ ഈയുടെ ചിഹ്നം ഇട്ടേക്കുന്നത് കണ്ടോ? എങ്കിൽ ഇത് വരുന്ന കുറച്ച് വാക്കുകൾ നോക്കിയാലോ. തീറ്റ, വീട്, പീലി, നീന്തുക, കീരി, മീട്ടുക. ഇതിലൊക്കെ എവിടെയാണ് ഈയുടെ ചിഹ്നം വന്നിരിക്കുന്നതെന്ന് കണ്ടോ? അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ് ഫോളോ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുണ്ടാകും.